ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമവാസി. അപ്പോൾ നമ്മൾ നൈറ്റ് വാഴിച്ചുകൊണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കൊരി പിടിക്കാൻ പോവാം. രാത്രി വാഴിച്ചുകൊണ്ടായതുകൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന് ഒരു ഐഡിയയും ഇല്ല. അതെന്തായാലും നമുക്ക് വഴി കാണാം. നമുക്ക് അവിടെ ഇറങ്ങി പിടിക്കാം. എന്താ അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇത്രയും കുരുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ബൈറ്റ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പരിപാടി ആരംഭിക്കാം. ഇതോടെ ഇത് കയ്യിൽ വെച്ചോ. ഇതൊരു മീനുണ്ട്. ഇതൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ക്യാമറ നക്കി വരും. മീനുണ്ടെന്ന് തോന്നണം. എന്തോ വലിച്ചകത്തോട്ട്. ആ ആദ്യം കിട്ടിയ മീനാട്ടാ. ആദ്യം കിട്ടിയത് വെട്ട ഓഫ് ചെയ്താണ്. നമുക്ക് ആദ്യം കിട്ടിയ ആറിലാണ് കേട്ടോ. ഒരു ചെറിയ ആറില് ഒരാൾ നമ്മളെടുത്ത് ഇതേപോലെ കമൻ്റ് ഇട്ടായിരുന്നു. നമ്മൾ കഴുത്ത് ബാക്കിലോട്ടാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ ബാക്കിലോട്ട് ഓടിക്കാണ്ട് ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ചെരുപ്പോട് എടാ, ആ ചെരുപ്പ് ഞാൻ വേണ്ട, ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം. ഫ്രണ്ടിലോട്ട് ഓടിക്കുന്നത് നമ്മൾ സാധാരണ ഈ കഴുത്തിനെ പുറകിലോട്ടാണ് ഓടിക്കുന്നത്. പുറകിലോട്ട് ഫ്രണ്ടിലോട്ട് ഓടിച്ചാലും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് ഓടിച്ച് നോക്കാം. സംഭവം അത് എളുപ്പമാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ചൂണ്ട കളി വന്നിരിക്കുകയല്ലേ. സംഭവം സക്സസ് ആണ്. പക്ഷേ എനിക്ക് അത് ചെയ്ത് ശീലമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ഇച്ചിരി പാടായിട്ടാണ് തോന്നുന്നത്. പാടല്ലേ, ബാക്കിലോട്ട് ഒടിഞ്ഞു വരുന്നില്ലല്ലോ. ബാക്കിലോട്ടാണെങ്കിൽ ഒടിഞ്ഞു വരുന്നില്ല. ഇത് ടക്കുന്ന സൗണ്ട് എനിക്ക് കേട്ടില്ല. പക്ഷെ അത് ചെറിയ മീനായതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ബാക്കിലോട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ പടക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ബാക്കിലോട്ട് ഓടിക്കുമ്പോൾ കറക്റ്റ് ചൂണ്ട ഉണ്ടാ സൗണ്ട് കേൾക്കും. ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ചത്തിട്ടുണ്ടെന്ന്. എന്തായാലും അതും നൈസ് പരിപാടിയാണ് കേട്ടോ. ഫ്രണ്ടിലോട്ട് ഓടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചത്തിട്ടുണ്ട്. കൊല്ലണതിന് കാരണം മുള്ള്. നമ്മൾ ഇത് കൊല്ലണതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളാണ് കേട്ടോ. ഇതിൻ്റെ മുള്ള ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുള്ള് ഈ ഇതുണ്ടോ, ഈ സാധനം ഇതും ഭയങ്കര ഡേഞ്ചറാണ്. കൊന്നില്ലെങ്കിൽ പിന്നെ കൊന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പണി തരും. നമുക്കിതിനെ ഒരു കമ്പിൽ കോർക്കാം. അപ്പോൾ മച്ചാൻ വരാൻ നമ്മളെ ചെറുക്ക അവിടെ ഒരു മീനിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനെ തൂക്കാൻ വേണ്ടി പോകണം. എന്തായാലും ഇതിനെ നമുക്ക് പിന്നീട് കോർക്കാം. നമ്മളെന്തായാലും ചൂണ്ട റെഡിയാക്കിയിട്ട് എടുത്താൽ ആ മീനിനെ പിടിക്കാൻ പോവുകയാണ്. ചെറിയ മീനാണോ അത്? അല്ല, ടക്കന വിഴുങ്ങുന്നത്. ഓക്കെ. കുറുകി കൂടെ കോർത്തെടുത്ത് നമുക്ക് ആദ്യം ഈ കുരുപ്പിന് ആദ്യം ഈ കുരുപ്പ് മതി. നമുക്ക് എളുപ്പം പിടിക്കാനുള്ള കുരുപ്പാണ് കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹുക്കാവും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് എടുക്കാൻ പറ്റും.
അപ്പോൾ എന്തായാലും ലൈവ് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ക്യാമറമാനും കൂടെ ഇനി സഹകരിച്ച് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് live കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്നു. തലവളി അവിടെയാണോ? നിങ്ങൾ അതിനെ കാണാനില്ലേ നെല്ല് കണ്ട തലവളി കണ്ട ഇതിനകത്തുണ്ട് വെച്ചു കൊടുത്തത് ഇതിൻ്റെ അതല്ലേ? ലൈവ് എടുക്കും. ഇതിൻ്റെ അകത്താണോ? ഇതിൻ്റെ അകത്താണോ? ഇതിൻ്റെ അതിനെ വെളിയിൽ വെച്ചൂടെ? വെളി ഇറങ്ങി വെളിയിൽ നമ്മൾ വെളിയിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അതെ വന്നണ്ട ഒന്നോ നമ്മൾ കണ്ട നിങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലൈവായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ സാധനത്തിന്. ഇപ്പുറത്ത് കുറേ കൂടെ ഇങ്ങോട്ടാ എൻ്റെ വെട്ടാൻ കറക്റ്റ് കണ്ട ഇവിടെയാണോ? ഇതായിരിക്കണം. അതാ വേണ്ട നമുക്ക് ഇതാ ലൈവായിട്ട് ഇതാ സാധനം പുറത്തിറങ്ങി വന്ന്. ഇത് ചെറുതാണ് കേട്ടോ, ചെറിയ മീനാണ് കേട്ടോ. പുറത്തിറങ്ങി വന്ന് എടുത്തോണ്ട് ചെയ്യണ്ട. നിങ്ങൾ ഒറ്റ അടിച്ചാൽ കറക്റ്റ് എൻ്റെ കുത്ത് മാത്രമാണ് വീഡിയോയിൽ കാണുന്നത്. വേണേ ഐഡിയ അതിട് ഓക്കെ. അത് പക്ക. ഇല്ലടാ കിട്ടിയില്ല, സാധനം കിട്ടിയില്ല. കാരണം ചെറുതാണ് കേട്ടോ, മീൻ ചെറുതാണ്, അതാണ് കിട്ടാത്തത്. ചെറിയ മീനാണ് അത് വേണോ നമുക്ക്? ആ മീനിനെ പിടിക്കണോ? അത് പിടിക്കണം. ചെറുതാ, ചെറിയ മീൻ. അതിനെ കൂടാ. എന്തായാലും നമുക്കത് ഒരു ലൈവായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പറ്റി. പക്ഷെ അത് പിടിക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നല്ല കുഞ്ഞാണ് കേട്ടോ. പുറത്തിറങ്ങി വന്നതുകൊണ്ട് കണ്ട് അത് നല്ല കുഞ്ഞാണ്. എന്തായാലും അതിനെ വിടാം നമുക്ക്. അപ്പോഴേ നമ്മൾ പോകണ്ട, അപ്പുറത്ത് ബ്രാല് നിൽപ്പുണ്ട് കേട്ടോ. അതിനെ കൂടെ ഒന്ന് കാണിക്കാം. നമ്മളെ അടുത്ത ചെറുക്കൻ പോയി കണ്ടുപിടിച്ച് ബ്രാലിനെ. വീഡിയോയിൽ കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ഓക്കെ നമുക്കതിനെ പൊക്കാൻ നോക്കാം കേട്ടോ. അതിനെ തൂക്കാൻ നോക്കാം എന്തായാലും. മീനുണ്ടോ അതിനകത്ത്? ഓണാക്കിയാണ്. ഇതിട്ട് മേളിൽ കറങ്ങി അത് കഴിയാൻ ഇത് ചൂണ്ട വിളിക്ക്. പിന്നെ കങ്കൂസിനകത്ത് ചുറ്റി. ഓ കുരിപ്പെടുത്തി കഴിഞ്ഞാൽ മീനിപ്പോൾ പോകില്ല. മേളിൽ കയറുന്നു. ചൂണ്ട വിളിച്ചത് വലിയ ചൂടെടുത്തിട്ടുണ്ട്. മാറ്റിയിട്ടോ എടാ ടോർച്ച് അടിക്കാടാ.
ഇവിടെ ഉണ്ടായിരുന്നോ അത്? അങ്ങോട്ട് പോയെന്നറിഞ്ഞോ? ഇവിടെ സാധനം ഉണ്ടായിരുന്നോ? ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനത്തിന് കിട്ടുമോ? വേറെ പോകാൻ ഒരു വഴിയുമില്ല അതിന്. കമ്പി വെച്ചോടാ. വെട്ടിട്ടേ അവിടെ അതെല്ലാം പറഞ്ഞു. പറയണ്ടേ നമുക്ക് കിട്ടിയ മീനാണ്. ഒരു ബ്രാൻഡ് ചെറിയൊരു കുഞ്ഞാണ്, എന്നാലും മീഡിയം ഉണ്ട്. കിട്ടാണ് കരിമീൻ എവിടെ? കരിമീൻ ഇതോടെ എവിടെ? ചേട്ടാ അതും ചാക്ക ഊരാ നമ്മളെ കവറിഞ്ഞെടുത്താ അതിലിടാല്ല. ഞാൻ ബ്രാഡ് പിടിക്കാൻ പോയിട്ട് എനിക്ക് ബ്രാഡ് കിട്ടിയില്ലല്ലോ. അവിടെ ഒരു വലുത് ഉണ്ട്, പക്ഷെ കിട്ടിയില്ല. ഇത് തല നോക്കി അത് ഇലയാടാ. അത് ചൂണ്ടറി ഇല്ല നോക്കി ഇത് അഴുക്ക കങ്കൂസുണ്ടോ? മച്ചാമാരെ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കും കേട്ടോ. നമ്മൾ തൂക്കി കുറെ നേരിട്ട് കളിപ്പിക്കുന്നത്. ഇല്ല ഇല്ല, ഇത് ബ്രാഡ്. നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കും കേട്ടാ. കുറെ നേരമായിട്ട് കളിപ്പിക്കുന്ന കേട്ടോ, കുറെ നേരമായി. സാധനം നല്ല 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 കിട്ടുന്ന സാധനം കേട്ടോ. ഉടച്ച് കങ്കൂസിനകത്ത് കുരുക്കിയത്. എടാ നാക്കിലാണ് മുടക്കിയിരിക്കണം. അത് ആ കമ്പ് കയറ്റിയിട്ട് പതുക്കെ കയറ്റിയിട്ട് എടുക്കും. അങ്ങനെയല്ല എടുക്കും. എടാ കണ്ടിട്ടാ ഇതൊക്കെ എടുക്കാൻ ഇവനാണ് കാലം കേട്ടാ. ജിത്ത് നല്ല അടിപൊളിയായിട്ട് ചൂണ്ടാവും. ഓക്കെ, അപ്പം ചൂണ്ട റിലീസാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ട റിലീസാക്കിയിട്ടുണ്ട്. നീ അടിച്ചോ? കാണിക്കാതെ സാധനം നല്ല നല്ല കിടിലൻ സാധനം കേട്ടാ. കിടിലൻ സാധനം കണ്ടാ. ഇതിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട അങ്ങനെ ബാക്കിയില്ലാതെ അല്ല കൊരുത്തത്. കറക്റ്റ് നാക്കിൻ്റെ അടിയിൽ കൊരുത്ത് അതിനെ ഒരു പരിക്കില്ലാതെ എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് കവറിലിട്ടേക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കവറിലിടാം കേട്ടോ. നമുക്ക് കവറിലിടാം. നേരത്തെ ബ്രാലി അതിൻ്റെ അകത്ത് കിടക്കില്ലേ? അതാണ് കൊല്ലാതെ എടുക്കും. നെടുമീനിന് വരുണ്ടാ, അതാണ് പറഞ്ഞത്. അങ്ങനെ മുക്കല്ലേ, നെടുമീനിന് വരുന്നുണ്ടോ? അപ്പോൾ മീൻ പറഞ്ഞു നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിടാൻ പോകണം. ഇവിടെ വിട്ടോ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകണം കേട്ടോ. കവറിൻ്റെ അകത്താക്കാൻ പോകണം. സാധനം കുറേ നേരമായിട്ട് കളിച്ച സാധനമാണ് കേട്ടോ ഇത്.
അതായത് ഇത് കുറച്ച് നേരം നമ്മൾ ഇതിനെ ട്രൈ ചെയ്യും, അടുത്ത് ഇതിനെ കിട്ടാതെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വായിച്ചുകൊണ്ടിടാൻ വേണ്ടി ഇറങ്ങും. വീണ്ടും ഇത് തലപൊക്കും, നമ്മൾ വീണ്ടും വന്ന് ട്രൈ ചെയ്യും. അങ്ങനെ കിട്ടാതിരുന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടിയ സാധനമാണ് കേട്ടോ. ഇത് മിക്കവാറും അടിച്ച് കീറോടാ ഇത്. ചെറിയൊരു കെട്ടിട്ട് തറവി അടിച്ച് കീറോന്ന് അതാ മറ്റേ ആരില് കിടക്കണോണ്ട് ആരിലിൻ്റെ മുള്ളുകൊണ്ട് കീറും. എന്താ ചെയ്ത് വാ കിട്ടിയിട്ട് മുട്ടിൽ തന്നെ ചെയ്യാം. വാ അങ്ങനെ കെട്ടിയിട്ട് മുട്ടിൽ തന്നെ ചെയ്യാം. വളർത്താൻ പിടിക്കാല്ല കൈകൊണ്ട് പിടിക്കാതെ അതിന് ഇതില്ല. ഇനി അത് എടുക്കില്ല. എടാ കമ്പിൽ വെക്കാടാ, കമ്പിൽ വെച്ച് എടുക്കൂടാ. അത് നേരത്തെ എടുത്ത് ഇങ്ങനെ തറയിൽ അടിയടാ. തറയിൽ ഇങ്ങനെ തട്ടി, തറയിൽ തട്ടടാ. തറയിൽ തട്ടി അത് അത്രേ ഉള്ളൂ. ഇനി കമ്പ് മാറ്റി എടുത്തോളൂ. എൻ്റെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാടാ കാണുന്നത്? എടാ അവിടെ മീൻ ഇരിക്കണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ. മച്ചാമാർ ഒരു കിഡിലെ സാധനം ഇരിപ്പുണ്ട് കേട്ടോ. കിഡിലെ സാധനം അതിനെ തൂക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇറ ഹെഡ് ലൈറ്റിങ്ങാ. ഇവിടെയാണ് കേട്ടോ സാധനം നിൽക്കണം. നമ്മൾ ഇവിടെ ടോർച്ച് അടിക്കാറാ. മീൻ അടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. സാധനം അടിച്ചെടുത്ത് അകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വിഴുങ്ങുള്ള സമയം കൊടുക്കാം നമുക്ക്. ഇവിടെയാണ് കേട്ടോ സാധനം ഇരിക്കുന്നത്. എന്താ ഇവിടെയാണ് സാധനം ഇരിക്കണം. അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വിഴുങ്ങുള്ള സമയം കൊടുക്കാം നമുക്ക്. ഇവിടെ അടിച്ച് ഇടയ്ക്ക് കൊണ്ട് പൊരുത്തോളാം. ഓക്കെ. പക്ഷെ സാധനം സൈസ് ഇത് വലിയ സൈസല്ല കേട്ടാ. അല്ലേ വലിയ സൈസല്ല. അങ്ങ് പോയി ഇങ്ങോട്ട് ആദ്യം തന്നെ കയറിയാ. അതിൻ്റെ അകത്ത് തന്നെ കയറിയാ. ആ മീനെടുത്തിരിക്കുന്നത് മീനാണോ എന്തിനാണെന്ന് അറിഞ്ഞൂടെ എടുത്ത് കേട്ടാ. അതേ സെയിം വഴി, നേരത്തെ സെയിം വഴി. ആ മീൻ മിസ്സായ സെയിം വഴി. മീനാണോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. മീൻ തന്നെ. ഇല്ല ഇത് കുറച്ച് സമയം കൊടുക്കാം. വിഴുങ്ങട്ട് പതുക്കെ ഇരുന്ന് വിഴുങ്ങട്ട്. പതുക്കെ ഇരുന്ന് വിഴുങ്ങി അത് സമാധാനത്തിൽ തിന്നതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നേരത്തെ പോലെ എന്തായാലും മിസ്സാകാൻ സമ്മതിക്കൂല. മിസ്സാകാൻ ഇനി ഒരു കാരണവശാലും മിസ്സാകാൻ സമ്മതിക്കൂല. നോക്കി നോക്കാം കേട്ടോ. വെട്ടിപ്പിടി അത് തന്നെ സാധനം. സംഭവം അത് തന്നെ.
ഇല്ല ഇല്ല ആ സാധനം തന്നെ ചെറുപ്പം മുതൽ കയറി ആ സാധനം തന്നെ ഞാൻ കണ്ടു ഈ സാധനത്തിന്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട് സാധനം. എടാ എന്നിട്ട് രണ്ടാമത് എടുക്കാൻ കാണിച്ചാൽ ധൈര്യം നോക്കണം കേട്ടാ. അല്ല മീനിനല്ല പിടിച്ചത്, ചൂണ്ടയിലാണ് പിടിച്ചത്. മീനിൻ്റെ ഒരു ശകലം പോലും കൊണ്ടില്ല. ഇല്ല ഇത് മീൻ അത് വെളിയിൽ വരും. അത് ഇത് എടുക്കുമ്പോഴേ ഹുക്കകത്തായിട്ട് മീൻ പുറത്ത് വരും. അത് അങ്ങനെ തന്നെ ഒരു ഇടത്തരം സൈസ് സാധനമാണ് കേട്ടോ. തീരെ ചെറുതല്ല, ഇടത്തരം സൈസ്. നല്ലപോലെ ഹുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൈം കൊടുത്തോണ്ട് നല്ലപോലെ ഹുക്കിനെ വിഴുങ്ങി, മീനിനെ വിഴുങ്ങിയില്ല. എടുത്തത് ഇത് ഹുക്ക് അങ്ങ് അന്തറിൻ്റെ അകത്താണ് കേട്ടോ. നോക്കിയാണ് കങ്കൂസ് എനിക്ക് കിട്ടിയ ഇത് വലിയ ഹുക്കാണ് കേട്ടോ. കാർബൺ ഹുക്ക്, വലിയ ഹുക്ക്. മറ്റേ നെടുമീൻ്റെ ഹുക്ക്. ഇത് ഇപ്പുറത്തായിരിക്കും. ഇല്ല 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 അപ്പുറത്ത് ഇവിടെ തന്നെ വരണം. നിങ്ങളുടെ തല കാണാമല്ലോ. ഓപ്പറേഷൻ കുബേര. ഇത് ചൂണ്ടെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ വയറ്റിൻ്റെ അകത്തും ചൂണ്ടെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ വിട്ടില്ലെടുത്ത്. എന്നാലും ഇതിൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഒരിക്കൽ നമ്മൾ ഹുക്കിൽ നിന്ന് നമ്മൾ റിമൂവായി പോയതാണ്, ഹുക്കിൽ നിന്ന് കിട്ടാണ്ട് പോയതാണ് ഈ സാധനം. അതായത് നമുക്ക് കറക്റ്റ് ഹുക്കപ്പ് ആവാതെ പോയതാണ്. രണ്ടാമതും ചൂണ്ടയിൽ കയറി പിടിക്കാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു. പോയി എന്തായാലും നമുക്ക് കറക്റ്റ് അത് നമുക്ക് ആ കുരുപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ബൈറ്റ് അതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബൈറ്റ് തന്നെ അടുത്ത് യൂസ് ആക്കാം. നമുക്ക് തൽക്കാലം നമുക്ക് കോർക്കാൻ വേണ്ടി ഒരു കമ്പും കിട്ടിയില്ല കേട്ടോ. കമ്പ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ആ ബ്രാലിൻ്റെ കൂട്ടത്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിന് ഇടുന്നത്. എന്തായാലും ഇതാ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കട്ടെ. അല്ല ഏറുണ്ടോ, അത് ഏറെ നിർത്തി തന്നെ അടയണം. അടുത്ത മീനാണോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. സംഭവം എന്തിനും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹെഡ്ലൈറ്റ് കാരണം കണ്ടുകൂടാ. അതാ കൊണ്ടുപോകുന്നുണ്ട് അകത്തോട്ട്. ഇനി കൊണ്ടുപോകാൻ എന്തായാലും വിട്ടു കൊടുക്കണില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല അതിനെ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ അകത്തോടുള്ള കളിയില്ല കേട്ടോ. നമ്മൾ നേരെ സ്റ്റിക്കും കടത്തുള്ള കറക്കി ഇത്രയും വലിയ കാർബൺ ചൂണ്ട വിഴുങ്ങിയ ആ പഹയ നോക്കിയാണ്. ഒരുത്തുപോരുള്ളൊരു നെടുമീൻ കേട്ടോ. കോപ്പറേറ്റീവ് ലൈറ്റ് നീങ്ങിയതോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാം കുഞ്ഞന്മാരാണ് കേട്ടോ. ഒരു കുഞ്ഞ് നെടുമീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എടാ ഇതിനെ വളർത്താൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ ചൂണ്ട റിലീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞൻ അതിഥി. നമുക്കിതിനെ കവറിലാക്കാം. എടാ കവറിനെടുക്കാൻ ഇതിൻ്റെ പുറകിൽ കവറിൻ്റെ അകത്ത് ഇത് നമുക്ക് എന്താ പറയുക, വലിയ ഹുക്കപ്പ് ആയില്ല, വലിയ ഡേഞ്ചർ ഹുക്കപ്പ് അല്ല ഇതായിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇത് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിലിടാം കേട്ടോ. ഇതിനെ നമ്മൾ ആ ചെറിയ കുളത്തിൽ കൊണ്ടിടാം. കുളത്തിലിടാൻ പറ്റും. പക്ഷേ നല്ല
അതോ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ.